Romans 14:7 and 8. For none of us lives to himself, and none of us dies to himself. If we live to the Lord, and if we die to the Lord. So then, whether we live or die, we are the Lord's. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. Lent leads us into the mystery of belonging, not just in life, but in death. In a world that fears death and idolizes life, St. Paul proclaims something radical. We are the Lord's, always, completely, eternally. നാം ഓരോരുത്തരും കർത്താവിനുള്ളവർ തന്നെ, പരിപൂർണമായും നിത്യമായും എപ്പോഴും കർത്താവിനുള്ളവർ തന്നെ. Our lives are not accidents. Our suffering is not meaningless. Our death is not the end. നമ്മുടെ ജീവിതങ്ങൾ ആകസ്മികമല്ല, നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അർത്ഥമില്ലാത്തവയല്ല, നമ്മുടെ മരണം ഒരു അവസാനവുമല്ല. The cross reminds us that Christ has already entered into both life and death. നമ്മുടെ കർത്താവിൻ്റെ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ മരണത്തിലേക്കും ജീവനിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. He sanctified every aspect of our lives, and in his resurrection he destroyed death's finality. അവൻ്റെ പുനരുത്ഥാനത്തിലൂടെ മരണത്തെ പരിപൂർണമായി ഇല്ലാതാക്കി. So whether we find ourselves in seasons of abundance or sorrow, youth or aging, certainty or doubt, our identity remains unchanged. We belong to the Lord. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടായാലും ദുഃഖമുണ്ടായാലും, നാം ചെറുപ്പക്കാർ ആയിരുന്നാലും പ്രായമായിരിക്കുന്നവരായാലും, ജീവിതത്തിൽ എല്ലാ സാധ്യതകളും നേടിയവരായാലും, ജീവിതത്തിൽ ആശങ്കയുള്ളവർ ആയിരുന്നാലും, നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്: നാം ഓരോരുത്തരും കർത്താവിൻ ഉള്ളവർ, പരിപൂർണമായും നിത്യമായും എപ്പോഴും കർത്താവിൻ ഉള്ളവർ. To be his is our comfort, our calling and our courage. അവൻ്റേതായിരിക്കുന്നതാണ് നമ്മുടെ ആശ്വാസം. അവൻ്റേതായിരിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റേതായിരിക്കുന്നതാണ് നമ്മുടെ ധൈര്യം. In him we live with purpose. അവനിലൂടെ, അവനിൽ നാം ഉദ്ദേശത്തോടെ ജീവിതം ജീവിക്കുന്നു. And in him even death becomes the doorway to everlasting life. ക്രിസ്തുവിൽ, നമ്മുടെ ദൈവത്തിൽ, നമ്മുടെ മരണം പോലും നിത്യതയിലേക്കുള്ള കവാടമായി തീർന്നിരിക്കുകയാണ്. Let our final Lenten steps be ones of surrender. ഇനിയുമുള്ള നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിക്കാം. Lord, I am yours. Whether I rise or fall, whether I live or die, I am yours. കർത്താവേ, ഞാൻ നിൻ്റേതാണ്. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഞാൻ നിൻ്റേതാണ് കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.